നമ്മുടെ സരിതമോളുടെ ഇച്ചായന്റെ മകനും ഇപ്പൊ ഏറിലാണ് കേട്ടോ. കാരണം പൂഞ്ഞാറിലെ ജനങ്ങൾ തന്നെ എടുത്തിട്ട് അങ്ങ് ഏറിലോട്ട് അങ്ങ് വിട്ടോണ്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്നും എൻ്റെ മകനും പൂഞ്ഞാറ്റിൽ നിന്നും ഞാനും വിജയിക്കുമെന്ന് വലിയ ഗീർവാണം കുറെ വീഡിയോകൾ നമ്മൾ കണ്ടു. 7 പ്രാവശ്യമാണ് ഈ പൂഞ്ഞാറിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഈ വേട്ടാവളിയെ തെരഞ്ഞെടുത്തത്. അതിനുശേഷം അവിടുത്തെ ജനങ്ങൾ ഒരു പ്രാവശ്യം ലവനെ തോപ്പിച്ചപ്പോൾ അവരുടെ തന്തയ്ക്ക് വിളിച്ചതും കൂകി വിളിച്ചതും നമ്മൾ കണ്ടതാ. ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മൂപ്പിലാൻ്റെ ഒരു മോനും. സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലും പാലായിലും വിജയിക്കാമെന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. സകലമാന ക്രൈസ്തവ ദേവാലയങ്ങളിലും സകലമാന അന്തപ്പുരങ്ങളും കയറി ഇറങ്ങി കേക്കും വീഞ്ഞും കൊടുത്ത് മെത്രാന്മാരുടെ കയ്യും കാലും പിടിച്ച് സവർക്കർ നക്കിയതിൻ്റെ ബാക്കി ലവന്മാരെല്ലാം കൂടെ നക്കി വെളുപ്പിക്കുന്ന സമയത്താണ് ആസ്ഥാനത്ത് അടി കിട്ടുന്ന പോലെയാണ് മറ്റേ ആ ബില്ല് ഇങ്ങോട്ട് വന്നത്. ആ ബില്ല് വന്നതോടുകൂടി ക്രൈസ്തവ സമൂഹത്തിലുള്ള തലയ്ക്കകത്ത് വിവരവും ബോധമുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് സടകുടഞ്ഞങ്ങോട്ട് എഴുന്നേറ്റു. കാരണം BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയോ ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിൽ കിടക്കുന്ന ഒരാളെ പോലും പരിഗണിക്കില്ല എന്നുള്ളത് അവരുടെ വിചാരധാര എന്ന് പറഞ്ഞാൽ ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവർക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും ഈ സമുദായത്തെ വഞ്ചിച്ച് യൂദാസിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ അപ്പനും മകനും ഒരു കേന്ദ്ര കൊണാണ്ടറെത്തുന്നുണ്ടല്ലോ, ലവന്മാരെല്ലാം കൂടെ ഈ സമുദായത്തെ പച്ചയ്ക്ക് ഊഫിച്ചങ്ങോട്ട് ജീവിക്കുന്ന വേട്ടാവളിയന്മാരാണ്. എന്നാൽ ഈ ഒരു ബില്ല് വന്നതിന് ശേഷം പള്ളിയിൽ അച്ഛന്മാരും മെത്രാന്മാരൊക്കെ ശക്തമായ രീതിയിൽ ഇതിനെ പ്രതിഷേധിച്ചപ്പം ഈ വേട്ടാവളിയും പറഞ്ഞെന്താണ്, മെത്രാന്മാരുടെ തലയ്ക്കകത്തൊന്നും വെളിവില്ല, പിന്നെ രാഷ്ട്രീയത്തിലൊന്നും മെത്രാന്മാർ ഇടപെടാൻ പാടില്ലാന്ന്. പിന്നെ എന്തിനാടാ നീയൊക്കെ ഈ കേക്കും വീഞ്ഞും കൊണ്ട് ഈ മെത്രാന്മാരുടെ അന്തപ്പുരങ്ങളിലേക്ക് ചെന്ന് കയറുന്നത്? അവരവരുടെ പണി വൃത്തിയായിട്ട് എടുക്കത്തില്ല, പിന്നെ നീ എന്തിനാ ചെന്നത്? എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്കൊരു ക്രൈസ്തവ പുരോഹിതൻ കൊടുക്കുന്ന ഒരു മാസ് മറുപടി ഉണ്ട്. ഇവര് തന്നെ ഈ മറുപടി കൊടുക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖവും ഒരു സന്തോഷവും വേറെ ആര് പറഞ്ഞാലും നമുക്ക് കിട്ടില്ല. കേൾക്കുക, ആസ്വദിക്കുക, കമന്റ് അയക്കുക. നേരെ ആദ്യം സരിതമോളുടെ ഇച്ചായം പറയുന്നത് എന്താണെന്ന് കേൾക്കാം. വലിയ മത്സരമൊന്നുമില്ലെന്ന് ഈസിയായിട്ട് ജയിക്കാൻ പോകും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് പാവപ്പെട്ട ഏറ്റവും ഞാനോട് ബന്ധപ്പെടുന്ന മുസ്ലിം സമുദായത്തിനിടെ കള്ളപ്രചരണം നടത്തി. ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് മുസ്ലിം ചീത്ത വിളിച്ചെന്ന്. അത് തന്നെയല്ല, ഞാൻ എൻ്റെ വഴി തടഞ്ഞ 4 വരുന്നിട്ട് വോട്ട് വേണ്ടാന്ന് പറഞ്ഞു. ആ വോട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതായി പ്രചരണം. ഇത്തവണ അതിന് മാറ്റം വന്നു. ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി ഇപ്പോൾ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് പൂഞ്ഞാർ PC ജോർജിനെ തോപ്പിക്കണം. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഇനി എന്തായിരിക്കും സഭയോടുള്ളൊരു നിലപാട്? എന്തായിരിക്കും സഭയോട്? സഭ നമ്മുടേതാ. മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആരും പറയും മെത്രാന്മാരാ സഭയെന്ന്? സഭയെ മെത്രാന്മാരുമായിട്ടല്ല. സഭയിലെ അതായത് ഒരു പട്ടം കിട്ടിയാൽ അയാൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട് അച്ഛനാണ്. ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റിയല്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ചുമ്മാർ പറഞ്ഞപ്പോഴും കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. സഭ ഞാൻ വിശ്വാസിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കണ്ട് കുംഭസാരിക്ക് മാത്രം കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനായിരുന്നു. ഞാനാ പറയുന്ന ഈ മെത്രാൻ കഴിക്കുന്ന പൂക്കൃത്തരാന്ന് മനസ്സിലായില്ലേ? ഞാനും പള്ളിയിൽ പോകാറുണ്ട്, പക്ഷെ കുമ്പസരിച്ചാണല്ലോ ആ കുമ്പസാരം കേൾക്കുന്ന അച്ഛൻ്റെ 2 ചെവിയും അടിച്ചു പോകും. കാരണം അത്രത്തോളം പാപിയാണ്. കുൽസിത പരിപാടികളൊക്കെ നടത്തിയ ഒരു ഇച്ഛായറ്റാണ് കേട്ടോ. ഇതൊന്നും കേട്ടിരിക്കാനായിട്ടുള്ള മനസ്സ് ആ ഇടവകയിൽ അച്ഛനുണ്ടാകല്ലേ എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഇനി ഇതിന് കൊടുക്കുന്ന മറുപടി കേൾക്കണ്ടേ? വാ. ചാടിക്കളി വേറെ പാർട്ടിയൊന്നുമില്ല. അവസാനം BJP എത്തിയെന്നാൽ പിന്നെ 2 പറഞ്ഞേക്കാൻ നേരിട്ട് പറയുന്ന ഒരു സ്വഭാവം അത്രയേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതിന് മുൻപുണ്ടായിരുന്ന ഇലക്ഷനിൽ ഇങ്ങനെ മുസ്ലിംസിനെതിരെ സംസാരിച്ച അടപടലം പൊട്ടിപ്പോയി. ഇപ്പോൾ ഇത് ക്രിസ്ത്യാനിയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി അവകാശപ്പെടുന്നത് പുള്ളി ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഷോൺ പറയുന്നതും PC ജോർജ് പറയുന്നതും ക്രിസ്ത്യാനിയാണ് എന്നതിൻ്റെ ആ ഒരു ലേബൽ, അല്ലെങ്കിൽ അതിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നത് ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം RSSൻ്റെയും BJPയുടെയും ഭാഗമായതിനു ശേഷമാണ് അങ്ങനെ സാധിച്ചതെന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ PC ജോർജിനെ കുറച്ച് പ്രസ്താവനകൾ നമ്മൾ കേട്ടു അല്ലേ. BJP ആണ് ക്രിസ്ത്യാനിയെ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന്. മിസ്റ്റർ PC ജോർജ്, BJP ക്രിസ്ത്യാനി ചുമക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏത് സംസ്ഥാനത്തിലാണ് ഈ BJP ക്രിസ്ത്യാനിയെ ചുമന്നു എങ്ങനെയാണെന്ന് അറിയോ? വെട്ടിക്കൂട്ടി തുണ്ടമായി പെട്ടിയിൽ ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. അതല്ലാതെ ഒരു ക്രിസ്ത്യാനിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു BJPയും ഒരു ക്രിസ്ത്യാനിയെ സഹായിച്ചിട്ടില്ല. എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നിങ്ങൾ ഈ കാർഡടച്ച് പിടിവെക്കുന്ന പരിപാടിയില്ലേ, അത് ശരിയല്ല, അത് തെറ്റാണ്. അത് ഇടയ്ക്കൊക്കെ ഈ പത്രം വായിക്കണം, അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങൾ വാർത്തകളൊക്കെ ഇടയ്ക്ക് കാണുക. ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ ഈ ക്രിസ്ത്യാനിയെ താങ്ങുന്ന BJPയെ കണ്ടത്? ഇവിടെ പോലുമില്ല. പാലക്കാട് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്രിസ്മസ് കുർബാന ഇറങ്ങുന്ന നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സമയത്ത് RSSകാർ വന്നുകൊണ്ട് ഈ കുട്ടികളെ ഓടിക്കുകയും അവരുടെ കയ്യിലിരുന്ന വാദ്യോപകരണം നശിപ്പിക്കുകയും നമ്മൾ കഴിഞ്ഞ വർഷം കൂടി കണ്ടതാണ്. അപ്പോൾ കേരളത്തിന് പേര് പറയരുത്. ഇനി നോർത്ത് ഈസ്റ്റോ
നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അല്പമെങ്കിലും ബോധ്യമുണ്ടോ? ഒരു 2 വർഷം മുൻപ് ഫെബ്രുവരി മാസം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൈസ്തവ സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് ഈ RSSന്റെയും ശിവസേനയുടെ വക്താക്കളോ നമ്മുടെ സ്കൂളുകൾ കൊണ്ട് ലിഖിലെ കൊടുത്ത കാര്യം താങ്കൾക്കറിയാവോ? അവിടെയുള്ള എത്ര ക്രിസ്ത്യാനികളെ കൊന്നു തള്ളിയ കാര്യം താങ്കൾക്കറിയാവോ? ത്രിപുരയിലും ഒഡീഷയിലും ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയെക്കുറിച്ച് താങ്കൾക്കറിയാവോ? ഒഡീഷ ഒരു പാസ്റ്ററിനെ കൊണ്ട് ചാണകം തിരിച്ച കാര്യം താങ്കൾക്കറിയാവോ? അപ്പോൾ വായിൽ മാത്രം ചാണകം കയറിയാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, തലയിലും കൂടി കയറി കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ അത് താങ്കൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം വെറുതെ തള്ളി വിടുവാനായിട്ട്. തങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒത്തിരിയേറെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയെ താങ്ങുന്നത് BJP ആണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്നതിനാണ് കാണാൻ വേണ്ടിയായിരിക്കും. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശം അനുസരിച്ചിട്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ജീവിക്കുന്നത്. അത് നമ്മുടെ മൗലിക അവകാശമാണ്. അതിനെതിരെയാണ് ഈ പറയുന്ന RSSന്റെ അനുഭവത്തോടു കൂടി താങ്കൾ വിശ്വസിക്കുന്ന ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിംസിനെ അടിച്ച് ഒതുക്കാൻ നോക്കുന്നത്, ക്രിസ്ത്യാനികൾ അടിച്ചൊതുക്കാൻ നോക്കുന്നത്, ഇതൊക്കെ അടിച്ചൊതുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. പിന്നെ താങ്കൾ പറഞ്ഞു ഊളത്തരം മാത്രം പറയുന്ന ചില പിതാക്കന്മാരെ കുറിച്ചൊക്കെ താങ്കൾ പറയണ്ടേ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ജോർജ് ചേട്ടാ. കാരണം പറയുന്ന താങ്കളുടെ വാക്കുകളിൽ ഊളത്തരമൊന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണല്ലോ. സ്ഫുടമായ, സ്പഷ്ടമായ, സഭ്യമായ വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഇതുപോലെ നിഷ്ഠൂരം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്ന, അവരെ ആട്ടിപ്പായിക്കുന്ന ഒരു സമൂഹത്തെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലുന്ന, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് നശിപ്പിക്കുന്ന, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പോലും എത്രയോ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ. ഇതൊന്നും ഈ BJP ഭരിക്കുന്ന നാട്ടിലല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്. നമ്മുടെ വൈദികരോടും അവിടെ സേവനം ചെയ്യുന്ന വൈദികരോടും സന്യസ്തരോടും അവിടുത്തെ ക്രിസ്ത്യൻ ജനതയോടും നിങ്ങൾ ചോദിക്കണം. അത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയരുത്. അപ്പോൾ നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, ഒരു പാവപ്പെട്ടൊരു വിദേശി. ആ ഒരു കുഗ്രാമത്തിലെ ആ ജനങ്ങൾക്ക് വേണ്ടി അയാൾ വിദ്യാഭ്യാസം എല്ലാം കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? സിസ്റ്റർ റാണി മരിയയ്ക്ക് എന്ത് സംഭവിച്ചു? പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനി 2.4% ഉള്ളൂ, അത് സമ്മതിച്ചു എന്ന് കരുതിയിട്ട് ക്രിസ്ത്യാനിക്ക് ജീവിക്കാനായിട്ട് മറ്റൊരുവൻ്റെ അവകാശം വേണമെന്ന് ആണോ താങ്കൾ വിചാരിക്കുന്നത്? ഇത്രയും നാൾ അങ്ങനെയല്ല നമ്മൾ ജീവിച്ചത്. ഇത്രയും നാൾ ഈ ലോകത്തിൽ, ഈ രാജ്യത്ത് ഒരു ക്രിസ്ത്യാനി ഒരു BJPക്കാരൻ്റെയോ കോൺഗ്രസ്സുകാരൻ്റെയോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ അനുവാദത്തോടു കൂടിയല്ല ജീവിച്ചത്. ക്രിസ്ത്യാനിയിൽ കോൺഗ്രസ്സുകാരനുണ്ട്, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുണ്ട്, BJP അനുഭാവിയുണ്ട്. അത് സംശയമുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ ഒരു ഉദാഹരണമല്ലേ, BJP അനുഭാവിയുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ അംഗങ്ങളായിട്ടുള്ള എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളോടും പാർട്ടി വൈസായിട്ടും അതൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇവരുടെ അനുവാദം കൊണ്ടാണ് നമ്മളൊക്കെ അവിടെ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ താങ്കളൊക്കെ ഇത്രയും വർഷം ജീവിച്ചത് ആരുടെ ഔദാര്യത്തിലായി പോയില്ലേ? അല്ല, അങ്ങനെയാണല്ലോ താങ്കൾ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാടടച്ച് വിടുവിക്കാവോ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ 2.4% ക്രിസ്ത്യാനികൾ നമ്മളോട് ജീവിക്കുന്നവരല്ലേ. അപ്പോൾ താങ്കളൊരു പാർട്ടിയിലേക്ക് പോയി എന്ന് കരുതി താങ്കൾ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയെയും വിശ്വാസത്തെയും തെരുവിളിക്കാനായിട്ട് അതൊരു ലൈസൻസ് അല്ല. താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ തോക്കിന് ലൈസൻസ് ഉണ്ട്, നാവിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കുന്ന കാര്യമല്ല. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. താങ്കൾക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മലയാളികൾ ഒരല്പമൊക്കെ ചിന്തിക്കും. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അപ്പം തന്നെ വടിവാളെടുത്തുകൊണ്ട് ഇറങ്ങി കുറേ പേരുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ഭ്രാന്ത് പിടിച്ചവർ ഇല്ലെന്നല്ല, കുറവാണ്. അതതിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ തവണ മുസ്ലിം സമുദായത്തെ പറഞ്ഞപ്പോൾ കുറേ കൊട്ട് കിട്ടി, അതുകൊണ്ടായിരിക്കും തവണ ക്രിസ്ത്യൻ സമുദായത്തെ പറഞ്ഞത്, അല്ലേ? സാരൊന്നുമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത തവണ താങ്കൾ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചാടി കഴിയുമ്പോൾ ചിലപ്പോൾ ഹിന്ദു സമുദായത്തെക്കുറിച്ച് പറയുമായിരിക്കും. അപ്പോൾ അത് താങ്കൾ തുടർന്നുകൊണ്ട് പൊക്കോളുക. പറഞ്ഞു മാത്രം, ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും ഇവിടെ ജീവിക്കുന്നത് ഒരു BJPയുടെ ഔദാര്യം കൊണ്ടല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരിക്കുന്ന അവകാശം കൊണ്ടാണ്. പിന്നെ അത് മാറ്റാനായിട്ട് നിങ്ങൾ കുറേ പരിശ്രമിച്ചു, നടന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്കൾ ക്രിസ്ത്യാനി, താങ്കൾ പറഞ്ഞല്ലോ. പെരുത്തിഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വേണം ഇതുപോലുള്ള വേട്ടാവളിയന്മാർക്ക് മറുപടി കൊടുക്കാൻ. ആണും പെണ്ണും കെട്ട രീതിയിൽ ജീവിച്ച് ജീവിതം ഹോമിക്കുന്നവന്മാരാണ് ഇവന്മാർ. ഇവിടുത്തെ ക്രൈസ്തവരോ ഇവിടുത്തെ മുസ്ലിങ്ങളോ ഇവിടുത്തെ ദളിതരോ ഒരു നാറിയുടെയും ഔദാര്യത്തിലല്ല ജീവിക്കുന്നത്. നമ്മളൊക്കെ ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഉളുപ്പും മാനവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവർ മൊത്തം സംഘപരിവാറിൻ്റെ സംരക്ഷണയിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ നാണവും മാനവും ഉളുപ്പും ഉണ്ടോ ഇവറ്റകൾക്ക്? കാണ്ടാമൃഗം പോലും നാണിച്ചോടിക്കളയും ഈ 2 മരവാഴകളെ കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. അല്ല, ഒന്നാന്തരം പടക്കം ഗുണ്ട് തന്നെ വാങ്ങിച്ചു വെച്ച് പൊട്ടിക്കാൻ റെഡിയായിരിക്കുകയാണ് പൂഞ്ഞാറിലെയും പാലായിലെയും നല്ല ക്രൈസ്തവ സമൂഹം. കാരണം ആ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന യൂദാസിന്റെ ഗണത്തിൽപ്പെട്ടിട്ടുള്ള വൃത്തികെട്ട കൂതറകൾക്കുള്ള പണി അവർ തന്നെ നൈസായിട്ട് കൊടുക്കും. ഇനി എൻ്റെ പൊന്നച്ച ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലുള്ളവരുടെ ഈ മറുപടി കേൾക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു. ബിഗ് സല്യൂട്ട് അച്ഛ. ഇതുപോലുള്ള നല്ല ക്രൈസ്തവ പുരോഹിതന്മാരെ വേണം നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. അടുത്തൊരു വീഡിയോ കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.